കാലത്തിന്റെ സാക്ഷ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പുണ്യഭൂമികളാണ് ക്ഷേത്രങ്ങൾ. ഓരോ ക്ഷേത്രത്തിനും ഉണ്ടാവും ഓരോ കഥ പറയാൻ. ഉത്സവത്തിന്റെയും വിശ്വാസത്തിന്റെയും ചരിത്രത്തിന്റെയും കഥകൾ. ഇങ്ങനെ ഉത്സവത്തിന്റെ പേരും പ്രശസ്തിയും കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു ക്ഷേത്രമാണ് ഇന്ന് ഡിവൈൻ ട്രെയിൽസിൽ ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. 5100-ലധികം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. വസിഷ്ഠ സങ്കല്പത്തിലുള്ള ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മറ്റു ഉപപ്രതിഷ്ഠകളൊന്നുമില്ല. എല്ലാ ദേവീ ദേവന്മാരുടെയും ചൈതന്യം ഉൾക്കൊണ്ട ഒരു ദേവനാണ് ആറാട്ടുപുഴ ശാസ്താവ്. ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭീമാകാരനായ ഈ അരയാൽ കാണാം. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമ. ഇപ്രകാരം ജപിച്ചുകൊണ്ട് 7 പ്രാവശ്യം ഈ അരയാലിന് വലം വെക്കണമെന്നാണ് പറയാറുള്ളത്. അരയാല് പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞാൽ നമുക്ക് വില്ലൂന്നിത്തറ കാണാം. ഈ വില്ലൂന്നിത്തറയ്ക്ക് പിന്നിൽ വലിയൊരു ഐതിഹ്യ കഥയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വില്ലൂന്നിത്തറ. ഇതിൻ്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ്. പണ്ട് വില്ലുമംഗലം സ്വാമിയാറ് ആറാട്ടുപുഴ ദിവസം വടക്കുംനാഥനെ കാണാനെത്തി. സന്ധ്യയ്ക്ക് മുമ്പേ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചതിൻ്റെ കാര്യം അന്വേഷിച്ച സ്വാമിയാർക്ക് തൻ്റെ ദിവ്യ നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാനായത്രേ. ഇന്ന് ആറാട്ടുപുഴ പൂരമാണെന്നും തനിക്കും കൂടി പങ്കെടുക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് അവിടെ വെച്ച് കാണാമെന്നും പറഞ്ഞ് ഭഗവാൻ മറഞ്ഞത്രേ. മഹാദേവൻ പങ്കെടുക്കുന്ന പൂരല്ലേ, എന്നാ കണ്ടു കളയാന്ന് സ്വാമിയാരും വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം ആറാട്ടുപുഴയെത്തി ഇവിടെ സ്ഥാനമുറപ്പിച്ചു. പൂരം തുടങ്ങി. ഒരുപാട് പൂരക്കാഴ്ചകൾ കണ്ട സ്വാമിയാർക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും തോന്നിയില്ല. എന്നാൽ കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് തൻ്റെ ദിവ്യ നേത്രങ്ങൾ കൊണ്ട് വൈകുണ്ഠത്തിലെ അനന്തശായിയായ മഹാവിഷ്ണുവിനെയും അദ്ദേഹത്തെ വണങ്ങുന്ന 30 മുക്കോടി ദേവകളെയും കണ്ടത്രേ. സന്തോഷം കൊണ്ട് മതിമറന്ന സ്വാമിയാർ തൻ്റെ 2 കൈകൊണ്ട് മണ്ണുവാരി തലയിലിട്ടു എന്നാണ് പറയുന്നത്. ഈ ഭൂമി ആറാട്ടുപുഴ പുണ്യഭൂമിയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയ്ക്കാണ് ഈ വില്ലൂന്നിത്തറ ഇവിടെയുള്ളത്. ജലസമൃദ്ധിയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണിലാണ് ആറാട്ടുപുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിന് കാരണം ഈ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ആറാട്ടുപുഴ എന്നറിയപ്പെടുന്ന കരിവന്നൂർ പുഴയാണ്. ഈ ആറാട്ടുപുഴയുടെ തീരത്തുള്ള മന്ദാരക്കടവിലാണ് പൂരത്തോടനുബന്ധിച്ച് തൃപ്രയാർ തേവരും ദേവിമാരും ആറാടുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലം ആറാട്ടുപുഴ എന്നറിയപ്പെട്ടത് എന്നും പറഞ്ഞു വരുന്നുണ്ട്. ഇതാണ് ആറാട്ടുപുഴ പൂരത്തിൻ്റെ അന്ന് ആറാട്ട് നടക്കുന്ന മന്ദാരക്കടവ്, അതായത് തൃപ്രയാർ തേവരും മറ്റ് ദേവിമാരും ആറാടുന്ന സ്ഥലം. ഇവിടെ പൂരത്തിൻ്റെ അന്ന് അർദ്ധരാത്രി മുതൽ ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ആറാട്ടുപുഴ ക്ഷേത്രം. 5 പ്രാകാരങ്ങളുടെ ലക്ഷണമൊത്ത ക്ഷേത്രമാണ് ആറാട്ടുപുഴ ക്ഷേത്രം. 2 നില ഗോപുരവാതിൽ കടന്നാൽ വിശാലമായ നടപ്പുര, കൃഷ്ണശിലയിൽ തീർത്ത പ്രദക്ഷിണ വഴി, ഓട് പൊതിഞ്ഞ ബലിക്കല്ലുകൾ, പിച്ചള പൊതിഞ്ഞ വിളക്കുമാടത്തിലെ ഓട്ടുചിരാതിലെ നിറദീപങ്ങൾ, ആനപ്പള്ള മതിൽ, ഇങ്ങനെ എല്ലാം കൊണ്ടും പൂർണ്ണതയിലാണ് ഈ ക്ഷേത്രം. ചുറ്റമ്പലത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിൽ കാണാം. ശ്രീകോവിലും നമസ്കാര മണ്ഡപവും ചെമ്പോല പൊതിഞ്ഞ് തങ്കത്താഴികക്കുടം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് ആദ്യവിശേഷങ്ങളുണ്ട് ആറാട്ടുപുഴ ശാസ്താ ക്ഷേത്രത്തിൽ. ഭാഗവത സപ്താഹയജ്ഞം, പ്രതിഷ്ഠാദിനം, ശ്രീ ശാസ്താ സംഗീതോത്സവം, 10ാം ഉദയം, നവരാത്രി, രാമായണ മാസാചരണം, ദേശവിളക്ക്, നാടകോത്സവം, ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ. ആറാട്ടുപുഴ ക്ഷേത്രം പൂരത്തിനൊരുങ്ങിയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തൃശ്ശൂർ ജില്ലയിലെ 24 ക്ഷേത്രങ്ങളിൽ 13 ദിവസങ്ങളായി നടക്കുന്ന പൂരച്ചടങ്ങുകൾക്ക് സമാപ്തിയാണ് ആറാട്ടുപുഴ പൂരം. ഇത്രയും ദേവീ ദേവന്മാർ പങ്കെടുക്കുന്ന വേറെ ഒരു പൂരമില്ല. അതുകൊണ്ട് തന്നെ പൂരങ്ങളുടെ മാതാവ് എന്ന് ആറാട്ടുപുഴ പൂരം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ആറാട്ടുപുഴ ശാസ്താവ് ആതിഥേയനാണ്. കൂടാതെ വസന്തോത്സവത്തിന്റെ സമാപനം കൂടിയാണ് ആറാട്ടുപുഴ പൂരം.
ഇത് 1444 പൂരാണ് അല്ലേ? ഒരുക്കങ്ങളൊക്കെ ആയോ? ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇതിൻ്റെ ഒരുക്കങ്ങളെന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിൽ തന്നെ തുടങ്ങും. ശരി. ഒരു മിനിമം ഒരു 6 മാസത്തെ ഒരുക്കങ്ങളെങ്കിലും വേണം. എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ചടങ്ങുകൾ? പ്രത്യേകിച്ച് ചടങ്ങുകൾ നല്ല ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പൂരം ഈ ഭൂലോകത്തിലില്ല. അതായത് അത്രയ്ക്ക് അനുഷ്ഠാനങ്ങളാണ്. കാരണം 1444 വർഷം ആണ് ഇപ്പോൾ ഇത്. അപ്പോൾ 41 വർഷം അങ്ങനെ പിന്നീട്ട് പോയതാണല്ലോ 1441. അതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അനുഷ്ഠാനങ്ങൾക്ക് ഒരിക്കലും ഒരു മാറ്റം വന്നിട്ടില്ല. അല്ല, ആദ്യകാലത്ത് 108 ക്ഷേത്രങ്ങളായിരുന്നു, ഇപ്പോൾ 24 ക്ഷേത്രങ്ങളായി ചുരുങ്ങി. അങ്ങനെ ചുരുങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായോ? അത് ചുരുങ്ങാനുള്ള കാരണങ്ങൾ പലതാണ്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഇവിടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ തൃശ്ശൂർ പൂരത്തിലെ പങ്കാളികളും അതേപോലെ തന്നെ കുട്ടല്ലൂർ പൂരത്തിൻ്റെ, അതുമാതിരി ആലുവയിലുള്ള എടാട് മാണിക്യമംഗലം, അതുമാതിരി ചെങ്ങൽ തുടങ്ങിയിട്ടുള്ള പൂരങ്ങളിലൊക്കെ പങ്കാളികൾ ഇവിടെ പൂരത്തിന് വന്നിരുന്നതാണ്. പ്രാദേശികവാദവും അതുപോലെ നാട്ടുരാജാക്കന്മാരുടെ കിടമത്സരം, ടിപ്പുവിൻ്റെ പടയോട്ടം തുടങ്ങിയിട്ട് ഈ കലികാലത്ത് ഉണ്ടാകുന്ന പല കാരണങ്ങളാലെ കൊണ്ട് ഈ പൂരങ്ങളൊക്കെ അതാത് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. അപ്പോഴും ഈ പൂരത്തിൻ്റെ ഒരു അസ്തിത്വം അവിടെ നിലനിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. അതായത് ഇൻ്റർലിങ്ക്ഡ് ആണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. ഒരു ചരടിൽ കോർത്തിട്ടുള്ള മുത്തുമണികളെ പോലെയാണ് ഈ അമ്പലങ്ങളൊക്കെ. അങ്ങനെയാണ് കോർത്തിണക്കി വെച്ചിരിക്കുന്നത് പൂർവികർ. അപ്പോൾ ഒരു ക്ഷേത്രത്തിലത്തെ ദേവൻ അല്ലെങ്കിൽ ദേവി മറ്റു ക്ഷേത്രത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ദേവന് പുറപ്പെടാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു കാതലായിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ക്ഷേത്രങ്ങൾ തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. പൂരക്കാലത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് അമ്പലത്തിലുള്ളത്? എല്ലാം പ്രത്യേകതകളാണ്. കൃത്യമായിട്ടുള്ള പൂജാക്രമമൊന്നും ഈ പൂരക്കാലത്ത് അവലംബിക്കില്ല. അതിന് സമയം ഉണ്ടായിരിക്കില്ല. ദേവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസത്തെ പൂജകളൊക്കെ ഒരുമിച്ച് ഒരേ ടൈമിലായിട്ട് ചെയ്യുക. ചിലപ്പോൾ രാവിലെ ചെയ്യേണ്ട അഭിഷേകമൊന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് വൈകുന്നേരമാണ് അഭിഷേകമൊക്കെ ചെയ്യുക. അതുമാതിരി നേദ്യങ്ങളൊന്നും, കാര്യമായ നേദ്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് പ്രധാന വഴിപാടുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇതാണ് ഈ പൂരക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത. അത് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഈ ക്ഷേത്രം മാത്രമല്ല, എല്ലാത്തിലും അങ്ങനെയാണ്. അതായത് കൃത്യമായിട്ട് ഇതൊന്നും പാലിക്കപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു ഇവിടെ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പൂരത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരിക ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെ ആണ് എത്തുക, അല്ലെങ്കിൽ അർദ്ധരാത്രിയാണ് എത്തുക. അപ്പോഴൊന്നും ഇതിൻ്റെ നേദ്യങ്ങളോ പൂജകളോ ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ചിട്ടയുണ്ട്. അത് താന്ത്രിക വിധി പ്രകാരം അത് ഈ പൂരക്കാലത്ത് അനുവദനീയമാണ്. ശബരിമല ശാസ്താവുമായിട്ട് ബന്ധമുണ്ടല്ലേ? എന്താണ് അതിനെക്കുറിച്ച്? അത് ഈ തൃപ്രയാറ് അറിയാലോ. തൃപ്രയാറ് തേവര് ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠനെ കാണാൻ വരുന്നതാണ് ഈ പൂരത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ശബരിമലയിലെ മണികണ്ഠകുമാരനെ ശൈശവത്തിൽ എല്ലാ ആയോധന കലകളും മറ്റും പഠിപ്പിച്ച് പൂർണ്ണനാക്കിയത് വസിഷ്ഠനാണ്. ഇത് കുറേ നാളുകൾ കഴിയുമ്പോൾ അത് മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മണികണ്ഠകുമാരൻ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ കുറേ കാലം കഴിച്ചുകൂട്ടി ഇപ്പോൾ വസിക്കണ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തതും വസിഷ്ഠ സങ്കല്പമുള്ള ശാസ്താവാണെന്നാണ് ഒരു വിശ്വാസം. അതിൻ്റെ ഒരു ശക്തിയാണ് എല്ലാ വർഷത്തിലും വൃശ്ചിക മാസത്തിലെ അവിടെ ശബരിമല സമയം ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് ആറാട്ടുപുഴ ശാസ്താവിന് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ വകയായിട്ടൊരു അടവഴിപാട് കഴിക്കലുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് അല്ലേ അടവഴിപാട് എന്ന് പറയുന്നത്? അതായത് ആറാട്ടുപുഴയും അതേപോലെ തന്നെ ശബരിമലയും തമ്മിലുള്ള ഒരു റിലേഷൻ അങ്ങനെയാണ്. ഏതെങ്കിലും കാരണവശാൽ ശബരിമലയ്ക്ക് വ്രതം എടുത്തിട്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആറാട്ടുപുഴ അമ്പലത്തിൽ വന്ന് തൊഴണം എന്നുള്ളതാണ് ഒരു സങ്കല്പം ഒരു വിധിയൊക്കെ. 2018 വെള്ളപ്പൊക്ക സമയത്ത് ആറാട്ടുപുഴ ക്ഷേത്രം ഒരുപാട് പേർക്ക് ആശ്രയമായിട്ടുണ്ട്. ഈ താരതമ്യേന ഇതൊരു ഉയർന്ന പ്രദേശത്താണ്. അത് സാധാരണ ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ ചില ക്ഷേത്രങ്ങൾ കുണ്ടിലുണ്ടാവും, ചില ക്ഷേത്രങ്ങൾ ഉയർന്ന് നിൽക്കുന്നുണ്ടാവും.
താരതമ്യേന ആറാട്ടുപുഴ ക്ഷേത്രം ഉയർന്ന ലെവലിലാണ് നിൽക്കുന്നത്. 2018 ആഗസ്റ്റ് 16 ഈ ഇതിൻ്റെ ഒരു മഴക്കെടുതി ഭയങ്കര രൂക്ഷമായിട്ട് വരികയും സമീപത്തുള്ള പുഴകളൊക്കെ നിറഞ്ഞ് കവിയാണ്. ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് കരുവന്നൂർ പുഴയുടെ തീരത്താണ്. കരുവന്നൂർ പുഴ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതായത് ചിമ്മിനി ഡാമുണ്ട്. ആ ചിമ്മിനി ഡാമിൽ നിന്നും പീച്ചി ഡാമിൽ നിന്നുള്ള 2 നദികളാണ് അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്നത്, മണലിപ്പുഴയും കുറുമാലിപ്പുഴയും. ഈ മണലിപ്പുഴയും കുറുമാലിപ്പുഴയും ഈ ക്ഷേത്രത്തിന് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് വെച്ചിട്ട് ഒന്നായിട്ട് തീരും. ഇത് ഒന്നായിട്ട് തീർന്നിട്ടാണ് ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കരുവന്നൂർ പുഴയായിട്ട് പ്രധാന നദികളിൽ ഒരു നദിയാണ് കരുവന്നൂർ പുഴ. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ ഭാഗങ്ങൾ മുഴുവനും വെള്ളത്തിൻ്റെ ഇതിൽ അമർന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇത് ഉയർന്ന സ്ഥലമായ കാരണം കൊണ്ടും ഈ അമ്പലത്തിൻ്റെ ഈ കെട്ടിടമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പ്രത്യേക പന്തലുകൾ ഇട്ട് ആ മുകളിലായിട്ട് 1000-ന് മേലെയുള്ള കുടുംബങ്ങൾക്ക് ഇതൊരു ആശ്രയമായി. ഏകദേശം ഒരു 10-15 ദിവസത്തോളം ഇവിടെ തന്നെ ആയിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഈ ബിൽഡിങ്ങുകളിൽ ഉള്ളിൽ ഇവിടെയാണ്. അതേപോലെ തന്നെ ഇതിന്റെ മുന്നിൽ, അമ്പലത്തിന്റെ മുന്നിൽ പന്തലിട്ടു, സെപ്പറേറ്റ് പന്തലിട്ടു. അങ്ങനെയും കൂടിയും ഇട്ടിട്ടാണ്. അതായത് ഓണത്തിന്റെ, അത് സമീപത്ത് ഓണമായിരുന്നു, ആ ഓണത്തിന്റെ ഓണസദ്യ കൂടി കഴിച്ചിട്ടാണ് ഇവിടുന്ന് ജനങ്ങൾ മടങ്ങി പോണത്. ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി താമസിച്ചു എന്നുള്ളതാണ്. ആ വർഷം ഓണസദ്യ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. കളഭം എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ച് എന്താണ് അത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം? സാധാരണ നമ്മളുടെ ക്ഷേത്രങ്ങളുടെ ചരിത്രങ്ങൾ എന്തും ചരിത്രമാകുമ്പോൾ ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കാനല്ലോ. അങ്ങനെ ക്ഷേത്രങ്ങൾ കൂടിയിട്ട് ഒരു കെട്ടുറപ്പ് വേണം. ഈ പൂരങ്ങളുടെ ചരിത്രം വരുന്ന അടുത്ത തലമുറയ്ക്ക് ഇത് നമുക്ക് സംരക്ഷിച്ച് കൈമാറണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിൻ്റെ ചടങ്ങുകളുണ്ട്, ഒരുപാട് ചടങ്ങുകളാണ് പൂരത്തിന്. സാധാരണഗതിയിൽ നമുക്ക് ഒരു 40-50 കൊല്ലം എടുത്തു കഴിഞ്ഞാലും ആറാട്ടുപുഴ പൂരത്തിൻ്റെ മുഴുവൻ ആഘോഷങ്ങളോ ചടങ്ങുകളോ കണ്ടു തീർക്കാൻ സാധിക്കില്ല. ഒരു ജന്മം മുഴുവൻ ഉണ്ടായാലും സാധിക്കില്ല. അത്രമാത്രം കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള ക്ഷേത്രങ്ങൾ 24 ക്ഷേത്രങ്ങളുണ്ട്, ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്, ഈ ദേവീദേവന്മാരെ ഇറക്കി നൽകുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഏകദേശം 44 ക്ഷേത്രങ്ങൾ ലൈവായിട്ട് ഇതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്നുണ്ട് ഇതിനുള്ളിൽ. അത്രയ്ക്കും ചടങ്ങുകളുണ്ട്, അത്രമാത്രം ആഘോഷങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് സംരക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ് കളഭം എന്നുള്ള പുസ്തകം കൊണ്ട് നമ്മൾ അന്ന് ഉദ്ദേശിച്ചത്. അതിന് ശേഷം അതിൻ്റെ നവീകരിച്ച പതിപ്പ് കഴിഞ്ഞ മാർച്ചിൽ അന്ന് 2017 ജൂണിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ വർഷം മാർച്ച് 23-ന്, ഇന്നിപ്പോൾ 21 മാർച്ച് 23-ന് കളഭത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇറക്കി. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൊടുത്തു. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പരിഭാഷ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ ഈ പുറമേന്ന് വരണ മലയാളം വിദേശികൾക്കൊക്കെ അതൊരു ഗുണകരമാവുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാര്യം ചെയ്തത്. ഇനി 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു പതിപ്പ് കാണാം. അത്രയ്ക്കും ഡാറ്റ വരും അതിന് ഉള്ളില്. ഇപ്പൊ അന്ന് 2017 പുസ്തകം ഇറക്കിയ സമയത്ത് വെള്ളപ്പൊക്കം നടന്നില്ല. വെള്ളപ്പൊക്കത്തിന്റെ അടക്കമുള്ള ഡാറ്റ അതിൽ ചെയ്യാൻ പറ്റിയത് പരിഷ്കരിച്ച പതിപ്പ് ഇറക്കാൻ പറ്റിയത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണത്. ഈ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ അത്രമാത്രം ഡാറ്റ കളക്ട് ചെയ്യാണ്ട് ഒരു 10% പോലും നമുക്ക് ഒരു ഡാറ്റ കളക്ട് ചെയ്തൊന്നും പറയാൻ പറ്റില്ല എൻ്റെ ഉള്ളിൽ. അത്രയ്ക്കും വിശാലമായിട്ട് നിൽക്കുന്നതാണ് ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ, പ്രത്യേകതകൾ. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യത്തിന് അടിസ്ഥാനമായത് ഏതുമാവാം. എന്നാൽ അതിൽ പ്രധാനം എല്ലാ വർഷവും അതുല്യമായ രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ അതിനിഷ്കർഷതയോടെ നടത്തിവരുന്ന പൂരവും അനുബന്ധ ക്രിയകളുമാണ്. ഓരോ പൂരക്കാലവും 1000 ഓർമ്മകളുമായി നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു ഉത്സവം മാത്രമല്ല, ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്, ഒരു ഗ്രാമത്തിൻ്റെ ആത്മാവാണ്. ഇനി കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് ആറാട്ടുപുഴ പൂരത്തിനായി.